ഫാന്റം പ്രവീൺ സംവിധാനം ചെയ്യുന്ന ഉദാഹരണം സുജാതയുടെ ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് പുരോഗമിച്ചു വരികയാണ്. ചിത്രത്തിലെ മഞ്ജു വാര്യരുടെ ലുക്ക് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. 15-കാരിയുടെ അമ്മയായിട്ടാണ് ചിത്രത്തിൽ താരം പ്രത്യക്ഷപ്പെടുന്നത്. മാർട്ടിൻ പ്രക്കാട്ടും ജോജു ജോർജും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. കോളനി നിവാസിയായ സുജാത മകൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ചിത്രത്തിൽ കളക്ടറുടെ വേഷത്തിൽ മമത മോഹൻദാസ് എത്തുന്നുണ്ട്. ഉദാഹരണം സുജാതയ്ക്ക് ശേഷം മഞ്ജു വാര്യർ അഭിനയിക്കുന്ന ചിത്രമാണ് മോഹൻലാൽ. ഇതിൽ മഞ്ജു ഒരു കട്ട ലാലേട്ടൻ ഫാനായിട്ടാണ് അഭിനയിക്കുന്നതെങ്കിൽ ഉദാഹരണം സുജാതയിൽ ദുൽഖർ സൽമാന്റെ ഫാനായിട്ടാണ് മഞ്ജു എത്തുന്നത്. ഉദാഹരണം സുജാതയിലെ സുജാതയാവാൻ മേക്കപ്പ് വേണ്ട എന്ന അഭിപ്രായത്തിലായിരുന്നു താരം. എന്നാൽ കുറച്ച് ഡൾ മേക്കപ്പ് ആവശ്യമായി വരുമെന്ന സംവിധായകന്റെ നിർദ്ദേശത്തെ തുടർന്ന് ചെറിയ രീതിയിലുള്ള മേക്കപ്പ് ഒക്കെ ചിത്രത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ആദ്യമായിട്ടാണ് ഇത്തരമൊരു കാര്യത്തിന് താരം തയ്യാറാവുന്നത്. ഒറിജിനാലിറ്റിക്ക് വേണ്ടിയാണോ താരം ഇത്തരമൊരു തീരുമാനമെടുത്തിരിക്കുന്നത് എന്നുള്ള ആകാംക്ഷയിലാണ് ഇപ്പോൾ പ്രേക്ഷകർ. സുജാതയും മകളുമാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. മഞ്ജു വാര്യരുടെ മകളായി എത്തുന്നത് പുതുമുഖ താരം അനശ്വരയാണ്. നെടുമുടി വേണു, അലൻസിയർ, സുധി, ജോജു ജോർജ് തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. യഥാർത്ഥ സംഭവങ്ങളുമായി ഏറെ ബന്ധമുള്ള ചില കാര്യങ്ങൾ ചിത്രത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട്. ചിത്രത്തിൽ കളക്ടറായി എത്തുന്ന മമതയുടെ കഥാപാത്രത്തിലൂടെയാണ് ഇത്തരം സംഭവങ്ങൾ കാണിക്കുന്നത്. മലയാളത്തിലെ മികച്ച സ്ത്രീപക്ഷ സിനിമകളിലൊന്നായി വിലയിരുത്തപ്പെടുന്ന കന്മദത്തിലെ ഭാനുവായി മഞ്ജു വാര്യർ തകർത്ത് അഭിനയിച്ചിരുന്നു. പ്രേക്ഷകർ എന്നും ഓർത്തിരിക്കുന്ന മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ഇത്. ഇപ്പോഴാ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മികച്ചൊരു സ്ത്രീ കഥാപാത്രം താരത്തെ തേടിയെത്തിയിരിക്കുകയാണ്. മഞ്ജു അവതരിപ്പിച്ച സ്ത്രീ കഥാപാത്രങ്ങളെല്ലാം വളരെ ശക്തമായവയായിരുന്നു. സല്ലാപത്തിലെ രാധ, ഈ പുഴയും കടന്ന് അഞ്ജലി, ആറാം തമ്പുരാനിലെ ഉണ്ണിമായ, കന്മദത്തിലെ ഭാനുമതി, പത്രത്തിലെ ദേവിക, കണ്ണെഴുതി പൊട്ടുംതൊട്ടിലെ ഭദ്ര തുടങ്ങി തിരിച്ചുവരവിൽ ചെയ്ത നിരുപമ രാജീവും അഡ്വക്കേറ്റ് ദീപയും ശ്രീബാല IPS-ഉം സൈറ ഭാനുവും ഒക്കെ ഓരോ സ്ത്രീകൾക്കും പ്രചോദനം നൽകിയ കഥാപാത്രങ്ങൾ തന്നെയായിരുന്നു. മാർട്ടിൻ പ്രക്കാട്ടിന്റെ സഹസംവിധായകനായിരുന്ന ഫാന്റം പ്രവീൺ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഉദാഹരണം സുജാത. പൂർണ്ണമായും കുടുംബ പ്രേക്ഷകരെ ലക്ഷ്യം വെച്ചാണ് സിനിമ എത്തുന്നത്. നാട്ടുമുക്കിലെ പാട്ടുപന്തലിൽ കാത്തിരിപ്പവനോ ശശി, തേച്ച ചായമുരച്ചു ചുറ്റിനും തേപ്പു തീർത്തവനോ ശശി, നാട്ടിലെ നിഴൽ കൂട്ടമൊക്കെയും ആദരിപ്പവനോ ശശി.